ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞാൻ നല്ല സ്പെഷ്യലായിട്ടുള്ളൊരു കല്യാണ ബിരിയാണിയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഒരിക്കലെങ്കിലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ രുചികരമാണ്. ചിക്കൻ നമ്മൾ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ പിന്നെ നോക്കിയാലോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കൈമ റൈസാണ്. ഒരു 3/4 കിലോ എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി എടുക്കണം. ചിക്കനും 3/4 കിലോ തന്നെ എടുത്തിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്യാനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 3/4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതേപോലെ മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. കശ്മീരി മുളക് പൊടിയും എടുത്തിട്ടുണ്ട് 1/2 ടേബിൾ സ്പൂൺ വീതം. പിന്നെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, ഫെനൽ ഹോളായിട്ട് എടുത്തിട്ടുണ്ട്, കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്, റൈസ് പൗഡർ എടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് വിനാഗിരി 1 ടേബിൾ സ്പൂണും ഹാഫ് ലെമൺ സ്ക്യൂസ് ചെയ്തതും, ഒരു 3/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും, ഒരു 4 ടേബിൾ സ്പൂൺ കേടും ഇട്ടിട്ട് പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു 3/4 മുതൽ 1 മണിക്കൂർ വരെ നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് മാരിനേറ്റ് ചെയ്ത് കിട്ടും. അത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കണം. ഞാൻ ഇവിടെ ഒരു 6 സവാള എടുത്തിട്ടുണ്ട്, സ്ലൈസ് ചെയ്തത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മസാലയ്ക്ക് 2 ടേബിൾ സ്പൂൺ, ഒരു 5 ഗ്രീൻ ചില്ലി ക്രഷ് ചെയ്തത്, 3 ടൊമാറ്റോ പഴുത്തത് ചെറുതായിട്ട് അരിഞ്ഞത്, മല്ലിയില പുതിന ഓരോ പിടി വീതം വേണം. പിന്നെ കുറച്ച് മസാലപ്പൊടികൾ നമ്മൾ എടുത്തിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടി, കശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല. അതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാവരും എടുക്കണം. അതിനുശേഷം നമ്മൾ 6 സവാളയാണ് എടുത്തത്. അത് നമുക്ക് മസാലയ്ക്ക് വേണ്ടി 4 സവാളയും ഒരു 2 സവാള നമുക്ക് ഫ്രൈഡ് ഓണിയനും കൂടി റെഡിയാക്കിയെടുക്കാം. നമ്മളെപ്പോഴും ദം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഫ്രൈഡ് ഓണിയനും കാഷ്യും കിസ്മിസൊക്കെ ഇടുമ്പോഴാണ് അതിൻ്റേതായ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. നമുക്ക് ആ സവാള നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. കാഷ്യും കിസ്മിസും ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട്. അതെല്ലാം ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കുന്നത്. അതേ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആദ്യമേ നമ്മൾ ഓണിയനും കാഷ്യൂ കിസ്മിസ് ഫ്രൈ ചെയ്തതിന് ശേഷം ചിക്കൻ അതേ ഓയിലിൽ തന്നെ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ നല്ലതായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം. ഞാൻ പല ബിരിയാണികളും ട്രൈ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് നല്ല സൂപ്പർ ടേസ്റ്റാണ്. കല്യാണ ബിരിയാണി എന്നാണ് ഞാൻ ഇട്ടിരിക്കുന്ന പേര്. അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട്. ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ഫ്രൈ ചെയ്ത് ചിക്കൻ വെച്ചുള്ള ബിരിയാണി, പൊരിച്ച കോഴിയുടെ ബിരിയാണി നല്ലൊരു ടേസ്റ്റാണ്. ഞാൻ ഏതൊരു ബിരിയാണിയും ഫുഡ് ഉണ്ടാക്കുമ്പോഴത്തേക്കും എൻ്റേതായ ഒരു സ്റ്റൈലിലേക്കാണ് ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ ചെറിയ പൊടിക്കൈകളൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 2ാമത്തെ ട്രിപ്പും ഇട്ട് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ കൈമ റൈസ് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇനി അതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഊറ്റിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വറ്റിച്ചെടുക്കുകയും ചെയ്യാം. അതിൻ്റെ മെഷർമെൻറ്റ് ഞാനിവിടെ പറഞ്ഞുതരാം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ വറ്റിച്ചെടുക്കാൻ എടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് വെള്ളമാണെങ്കിൽ 2 കപ്പ് അരിയാണെങ്കിൽ 3.5 കപ്പ് വെള്ളം, അങ്ങനെയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത അതേ ഓയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കുറച്ച് ഹോൾ സ്പൈസസും ഇട്ടിട്ടുണ്ട്. നമ്മൾ 4 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായി, അതും 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, 5 മുളക് ഗ്രീൻ ചില്ലി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായി, അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ മസാലപ്പൊടികളുണ്ടല്ലോ, അതും ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം 3 പഴുത്ത തക്കാളിയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 4 ടേബിൾ സ്പൂൺ നെയ്യും 1 പിടി മല്ലിയിലയും 1 പിടി പുതിനയിലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഫ്ലെയിമൊക്കെ ഒന്ന് കറക്റ്റാക്കി തന്നെ വെക്കണം. ഒട്ടും തന്നെ അടിയിലൊന്നും പിടിക്കരുത്. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതൊരിക്കലും ആരും അവോയ്ഡ് ചെയ്യരുത്. ആ ഒരു എരിവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനും കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനാണ് നമ്മൾ പഞ്ചസാര ചേർത്തത്. അപ്പോൾ നിങ്ങളാരും അവോയ്ഡ് ചെയ്യരുത്. ഇതാ നോക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊക്കെ നന്നായിട്ട് സവാളയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടുണ്ട്. ഒട്ടും പോലും വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. ആ ഒരു നെയ്യിലും എണ്ണയിലൊക്കെ തന്നെയാണ് കുക്കായത്. ഇതാ നോക്കി എണ്ണയെല്ലാം നന്നായി തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും സ്ലോ ഫ്ലെയിമിലേക്ക് ഒന്ന് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് സ്ലോ ഫ്ലെയിമിലൊന്ന് കുക്കാക്കാം. അപ്പോൾ ആ ചിക്കനിലേക്ക് നമ്മുടെ ആ ഓണിയൻ ടൊമാറ്റോ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടും. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ
പൊരിച്ച കോഴിയുടെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇനി നമുക്ക് ദം ചെയ്യാനായിട്ട് ആ ചിക്കൻ ഗ്രേവിയിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന ആ ചോറും കൂടി നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയും ഫ്രൈഡ് ചെയ്ത ഒണിയനും കാഷ്യൂവും കിസ്മിസും ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഒരു 10 മുതൽ 20 മിനിറ്റ് വരെ സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ദം ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കല്യാണ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ തന്നെ ഇട്ട ഒരു പേരാണ് കേട്ടോ. എനിക്ക് കണ്ടപ്പോഴത്തേക്കും നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാനൊരു നല്ലൊരു പേരും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ തന്നെ ഇട്ട ഒരു പേരാണ് കല്യാണ ബിരിയാണിന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ അറിയിക്കണേ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ വീഡിയോക്ക് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിത് മുന്നോട്ട് പിന്നെയും പുതിയ വീഡിയോസൊക്കെ ഇടാൻ തോന്നുകയുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും സബ്സ്ക്രൈബിനും സപ്പോർട്ടിനും എല്ലാത്തിനും താങ്ക് യു സോ മച്ച്. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് പകർത്തിയെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.